പേര് സ്നേഹ. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ 2014 ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലേക്ക് ആദ്യമായി വരുന്നത്. ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ എനിക്ക് തൊണ്ടയൊക്കെ നല്ലതുപോലെ പഴുക്കുമായിരുന്നു. പഴുത്ത് എനിക്ക് ആൻറ്റിബയോട്ടിക്സ് കഴിക്കാതെ എനിക്ക് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. ടോൺസിലൈറ്റിസിൻ്റെ ഏറ്റവും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞൊരവസ്ഥ. എനിക്ക് ആ ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം എനിക്കതിനോട് പൂർണ്ണ സൗഖ്യം കിട്ടി. ആ പൂർണ്ണ സൗഖ്യത്തിലാണ് എനിക്കിങ്ങനെ പാടാനും ഈശോയെ സ്തുതിക്കാനുമുള്ള അനുഗ്രഹം ദൈവം തന്നത്. എനിക്ക് ആ സുഖമെടുത്ത് മാറ്റിയത് മാത്രമല്ല, എന്നെ കർത്താവ് അനുഗ്രഹിക്കാനും കൂടി കരമുയർത്തി. 2017 ഞാൻ ആദ്യമായി എബായിഡ് ധ്യാനം കൂടി. ഞാൻ ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങിയത് അന്നേരമാണ്. ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്ത സമയത്ത് തന്നെ എൻ്റെ പപ്പയ്ക്ക് നല്ല മദ്യപാനവും പുകവലിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, സ്വന്തമായി ഭവനമില്ലായിരുന്നു. പപ്പ അതെല്ലാം അതിലൂടെ ഉപേക്ഷിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിറ്റേ വർഷം ഒരു വീട് തമ്പുരാൻ തന്നു. പിന്നീട് ആവശ്യം ഒരു ജോലി സ്ഥാപനമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത വർഷവും തമ്പുരാന് നമ്മുടെ കൃതജ്ഞതയും കൃപയും നൽകിയതിനൊപ്പം തമ്പുരാൻ മാർക്കറ്റിൽ, അതായത് കൊല്ലം മാർക്കറ്റിൽ നടു സെൻറ്ററിൽ തന്നെ നമുക്കൊരു ജോലി സ്ഥാപനം തന്നു. അങ്ങനെ ഞങ്ങളുടെ പഠനത്തോടൊപ്പം ഞാനും എൻ്റെ അനിയത്തിയും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിഗ്രി എടുത്തു, BEd എടുത്തു, MSc എടുത്തു. അങ്ങനെ ഓരോ സ്റ്റേജിലും തമ്പുരാൻ്റെ കൃപ വാരിക്കോരി ചൊരിഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ ഹൈസ്കൂൾ അധ്യാപികയായിട്ട്, മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു കൊല്ലത്ത്. ഒപ്പം എൻ്റെ വിവാഹവും കഴിഞ്ഞു. തമ്പുരാന് കോടിയായിരം നന്ദി. ഇന്ന് ഞാൻ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഗാന ശുശ്രൂഷ ചെയ്യാണ്. എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകളും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എവിടെയാണോ 2014 ധ്യാനം കൂടിയത്, അതേ പൊസിഷനിലാണ് ഞാൻ ഇന്നവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്.